ഒരു രഹസ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാ ദിവസവും ഒരു ഉമ്മ കൊടുക്കാറുണ്ടോ? ഒരെണ്ണമെങ്കിലും. അതുമില്ലെങ്കിൽ ഉമ്മ കൊടുക്കുന്നതിന് ഇത്തിരി ഒരു നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? അപ്പം ചിന്തിക്കും, ഓ ഇത്രയും പ്രായമായില്ലേ, അതൊക്കെ എപ്പോഴാണോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ചിന്തിക്കല്ലേ. ഇതിനൊന്നും ഒരു പ്രായം തടസ്സമില്ല. തൻ്റെ ഭാര്യ തൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ആവാം. പിന്നെ പറയും, ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല. എന്തിനാണ് രസമില്ലാതിരിക്കുന്നത്? ഒന്നിച്ച് മുന്നോട്ട് ജീവിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ളതായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ചില പിണക്കങ്ങളൊക്കെ മാറ്റാൻ ഇതൊക്കെ തന്നെ വലിയ മരുന്ന്. അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും പിശുക്കൊന്നും കാണിക്കണ്ട. അതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതൊന്നും അല്ലല്ലോ, അല്ലേ? പിണങ്ങിയിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന് ഒരു സ്നേഹ സമ്മാനം കൊടുക്കുക. പിന്നെ ഒരു മുന്നറിയിപ്പ് തരികയാണ്, ഞാൻ പിണങ്ങിയിരുന്നപ്പോൾ അവൾ എനിക്ക് ഒന്നും തന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ അടിക്കാനൊന്നും ചെന്നേക്കല്ലേ. തിരിച്ച് ഭർത്താവിനോട് ഒരു വിധത്തിലും മോശമായി സംസാരിക്കരുത്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്നോടിങ്ങനെ ചെയ്തു ചോദിക്കല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പോലും അത് കിട്ടണമെന്നില്ല. എന്തിനാന്നേ? നിങ്ങളുടെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവല്ലേ, അങ്ങ് ക്ഷമിച്ചേരെ. ബാക്കി എല്ലാ കാര്യത്തിലും പലരോടും നിങ്ങൾ ക്ഷമിക്കാറില്ലേ? ക്ഷമ വേണം. എന്തെങ്കിലുമൊക്കെ പിണക്കം ആരുടെയെങ്കിലുമൊക്കെ ഇടയിൽ ഉണ്ടെങ്കിൽ ഞാനീ പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ആ പിണക്കം മാറ്റണം. ഓക്കെ.